ഈശോയ്ക്കും അമ്മ മാതാവിനും ഒരായിരം നന്ദി. എൻ്റെ പേര് രാജി. ഞാൻ പെരുമ്പാവൂരിൽ നിന്ന് വരുന്നു. ഞാൻ UK-ലെ നഴ്സായി ജോലി ചെയ്യുകയാണ്. ഞാൻ ആദ്യമായി ഇവിടെ വന്ന് ഉടമ്പടി എടുത്തത് 2021 നവംബർ 19 ഞാൻ ഇവിടെ എത്താനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ 2021 ഫെബ്രുവരി അവസാനം 28 കോവിഡിൻ്റെ വാക്സിൻ, രണ്ടാമത്തെ വാക്സിൻ എടുക്കുകയും അതിൻ്റെ ഒരു സൈഡ് എഫക്റ്റായിട്ട് എനിക്ക് അതിശക്തമായ തലവേദന ഉണ്ടാകുകയും ബ്ലഡ് പ്രഷർ കൂടുകയും എനിക്കൊരു ഫേഷ്യൽ പാലസി പോലെയൊക്കെ ഉണ്ടാകുകയും ഒക്കെ ചെയ്തത് കാരണം ഞാൻ UK-യിൽ അവിടുത്തെ എൻ്റെ വീടിനടുത്തുള്ള ഹോസ്പിറ്റലിലെ എമർജൻസി വിഭാഗത്തിൽ എത്തപ്പെട്ടു. അവിടെ വെച്ച് ഡോക്ടർ ഒരു CT ചെയ്തു. CTയിൽ ഒരു ഇൻസിഡൻ്റൽ ഫൈൻഡിങ് ഉണ്ടായി. അതായത് ഒരു കണ്ടുപിടുത്തം ഉണ്ടായി. എൻ്റെ തലയിൽ ഒരു ലീഷൻ ഉണ്ടെന്നുള്ളത്, അതായത് ഒരു ഗ്രോത്ത് ഉണ്ടെന്നുള്ളത്. അപ്പം അന്ന് കോവിഡിൻ്റെ റെസ്ട്രിക്ഷൻസൊക്കെ ഉള്ളത് കാരണം ഈ എമർജൻസി ഡിപ്പാർട്ട്മെൻറ്റിൽ ഞാൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. എൻ്റെ ഹസ്ബൻഡ് കാർ പാർക്കിൽ വെയിറ്റ് ചെയ്യുമായിരുന്നു. അവർ എന്നോടാണ് എൻ്റെ കാര്യങ്ങൾ പറയുന്നത്. അങ്ങനെ അവരെന്നെ അഡ്മിറ്റ് ആക്കാനായിട്ട് ഒരു റൂമിൽ കൊണ്ടുചെന്നപ്പോഴത്തേക്കിന് ഞാൻ ചോദിച്ചു എനിക്ക് എന്താണ് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞു നിൻ്റെ തലയിൽ ഇതുപോലെ ഒരു ലീഷൻ ഉണ്ടെന്നും അതൊന്നെങ്കിൽ ഒരു പ്രൈമറി ബ്രെയിൻ ട്യൂമർ ആകാം, അല്ലെങ്കിൽ മെറ്റാസ്റ്റാസിസ് ആകാം, അല്ലെങ്കിൽ മെനിഞ്ചോമ. ഈ മൂന്നിലേതെങ്കിലും ഒന്നാകാം. നഴ്സുമാരല്ല മെഡിക്കൽ ഫീൽഡിലുള്ളവർക്കും അറിയാം ഈ മൂന്നും എന്താണെന്നുള്ളത്. അപ്പം എന്നോടാണ് പറയുന്നത്. അപ്പം പ്രൈമറി ബ്രെയിൻ ട്യൂമർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്രെയിനിൽ ആദ്യമായിട്ടുണ്ടായി അത് ഉള്ളൊരു ക്യാൻസറസ് ട്യൂമറാണ്. മെറ്റാസ്റ്റാസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ഏതെങ്കിലും ശരീരഭാഗത്ത് നിന്ന് ബ്രെയിനിലെത്തിയതാകാം. മെനിഞ്ചിയോമ എന്ന് പറയുന്നത് നമ്മുടെ ബ്രെയിനിൽ ഒരു കവറിങ് ഉണ്ട്, അവിടെ ഉണ്ടാകുന്ന ഒരു ട്യൂമറാണ്. പക്ഷെ അത് ക്യാൻസറസ് അല്ല, അത് പകരത്തില്ല, വേറെ സ്ഥലങ്ങളിലോട്ട് പടരത്തില്ല.